എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മിനി പിസയെ ഓവനൊന്നും തന്നെ ഇല്ലാതെ നമ്മുടെ സാധാരണ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റും വളരെ എളുപ്പമുള്ള ഈ ഒരു ചിക്കൻ മിനി പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിനായിട്ട് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ നമുക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല, ഒരു ഇളം ചൂട് മാത്രമേ പാടുള്ളൂ. അരക്കപ്പ് അളവിൽ, അതായത് 125 ml പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും 2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റോ അല്ലെങ്കിൽ ഡ്രൈഡ് ഈസ്റ്റോ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഒരു ഈസ്റ്റിൻ്റെയും പാലിൻ്റെ എല്ലാം ഈ ഒരു മിക്സിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ബേസിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വേണം നമുക്ക് ഈ ഒരു സമയത്ത് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ നല്ല സോഫ്റ്റാക്കി നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. നമ്മളിതിലേക്ക് അരക്കപ്പ് മാത്രമേ പാല് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് പാൽ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതുപോലെ കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മാവ് ഇതിലിരുന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു കോട്ടൺ തുണിയെ വെള്ളത്തിൽ മുക്കി നല്ല പോലെ തന്നെ പിഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ മതിയിട്ട് ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുത്തുനിന്നിരിക്കും. അപ്പോൾ ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് പൊങ്ങി വരുന്ന വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതൊരു 250 ഗ്രാം ബോൺലെസ് ചിക്കന് ഇതുപോലെ തീരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലില്ലാത്ത ചിക്കൻ തന്നെ വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ചിക്കൻ വേകാനുള്ള വെള്ളം നമ്മൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് തന്നെ അങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വരും. എന്നിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം ഈ ഒരു ചിക്കന്. അപ്പോൾ ചിക്കൻ നല്ല പോലെ തന്നെ വെന്ത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. എനിക്കിപ്പോൾ ഈ ഒരു മാവ് ഇവിടെ ഒരു 3/4 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ പൊങ്ങി നല്ല ഡബിൾ ആയിട്ട് തന്നെ ഈ ഒരു മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്കോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 3ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം. ഒരെണ്ണം പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് തന്നെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ആ ഒരു മാവിൽ നിന്ന് ഡ്രൈ ആയി പോവും. അതിനുശേഷം ഈ ഒരു മാവ് ഇതുപോലെ നല്ല റൗണ്ടാക്കി കൊണ്ടുവരിക. പരത്തിയെടുക്കുന്നതിന് മുമ്പ് വളരെ കുറച്ച് മാത്രം മൈദ നമുക്കൊന്ന് തൂക്കി കൊടുക്കാം. ഒരുപാട് തൂക്കി കൊടുക്കേണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം ഇതുപോലെ തൂക്കി കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് റൗണ്ടിൽ പരത്തിയിട്ടെടുക്കാം. ഒരുപാട് കട്ടി കുറഞ്ഞും പരത്തരുത്, എന്നാൽ ഒരുപാട് അങ്ങ് കട്ടി കൂടാനും പാടില്ല. ഞാൻ ഒരു കറക്റ്റ് പരുവം കാണിച്ചു തരാം കേട്ടോ.
ഞാനിപ്പോൾ ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു അടപ്പെടുക്കുക. ആ ഒരു അടപ്പ് കൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഈ ഒരു മാവ് റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് വെക്കരുത്, അപ്പോൾ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ ഈ ഒരു പാനിലേക്ക് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്ന ഒരു മാവെല്ലാം കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നമുക്ക് എത്രത്തോളം കുറച്ച് വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ എടുത്തിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് നമ്മൾ ചേർത്തതല്ലേ, അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാടങ്ങ് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാത്തിലും തന്നെ ഞാൻ ആ ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു കറക്റ്റ് ഭാഗമായിരിക്കണം കേട്ടോ. ഇതിൽ ഒരുപാടങ്ങ് കളറൊന്നും മാറിപ്പോകരുത്. ആ ഒരു മുകൾ ഭാഗം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പാനിൽ നിന്ന് എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഒരു മിനി പിസയ്ക്ക് ആവശ്യമായിട്ടുള്ള ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു പിസ്സ ബേസിൻ്റെ മുകളിലായിട്ട് നമുക്ക് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഹോം മെയ്ഡ് പിസ്സ സോസോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള പിസ്സ സോസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ മൊസറല്ല ചീസ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടി വെച്ച് കൊടുക്കാം. ഇത് ഗ്രീൻ ക്യാപ്സിക്കവും അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കവും കുറച്ച് ഒലിവ് കായും എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവ മാത്രമല്ല, നമ്മൾ പിസയ്ക്കകത്ത് സാധാരണ വെച്ച് കൊടുക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. കോൺ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ സാധാരണ പിസയ്ക്കകത്തൊക്കെ ഇടുന്ന ഒറിഗാനോ ആണ്. ഒറിഗാനോ നമുക്ക് കുറച്ച് ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചതാണ്, അതും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് ഇതെല്ലാം കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ട് തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. തീയെ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് തീ കൂട്ടിയിട്ട് നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുത്താൽ ആ ഒരു ബേസ് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 4-5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളിതുപോലെ മൂടി തുറന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് 1 ടീസ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, ആ ഒരു വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ ഇതിലേക്ക് ആവി ഇങ്ങനെ കയറാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ആവിയിലിരുന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു ചീസ് നമുക്ക് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ സാധാരണ പാനിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ, ഒരു പെട്ടെന്ന് ആ ഒരു ചീസ് മെൽറ്റാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതി. 1 ടീസ്പൂൺ വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ബേസൊക്കെ നനഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അത് പെട്ടെന്ന് തന്നെ അങ്ങ് വലിഞ്ഞോളൂ ആ ഒരു വെള്ളം. അതുപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഹോളുള്ള അടപ്പാണ് എടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും വെച്ചാൽ ഒരു ഹോൾ അടച്ചും വെച്ച് കൊടുക്കണേ, ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ചീസൊക്കെ നല്ലപോലെ തന്നെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. പിസയൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള കേട്ടോ, നമ്മളൊരു ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെയുള്ള മിനി ചിക്കൻ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മിനി ചിക്കൻ പിസയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.